അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് കത്തെഴുതിയ സഖാക്കളെ ആ ഡേറ്റ് എന്ന് പറയും. അദ്ദേഹത്തിന് കത്ത് കിട്ടിയാല് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഈ ഭൂമി പരിശോധിച്ചിട്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് കൊണ്ടുവരാൻ സാധിക്കൂ. അതാ ഞാൻ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മറ്റൊരു വിഷയം പറയുന്നില്ല. മലബാറിലെ മുസ്ലിങ്ങൾക്ക്, മലപ്പുറത്തെ മാപ്പിള കുട്ടികളെ നിങ്ങൾ പഠിക്കേണ്ടതും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതും ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി മാത്ര. അത്ര വലിയൊരു വികസനം മലപ്പുറത്തിന് ഇനി അടുത്ത കാലത്ത് സ്വപ്നം കാണാൻ കഴിയില്ല. ഒരു 100 ഏക്കർ 400 ഏക്കറിൽ കിടക്കുന്ന ഒരു വലിയ സംവിധാനം ഈ മലപ്പുറത്തിന്റെ മുഖച്ഛായ മാറ്റും. മലപ്പുറത്തെ മാപ്പിള കുട്ടികൾ എല്ലാവരും ഭയപ്പെടുന്നത് അതാ. തിരുവനന്തപുരത്തെ വകച്ചു മാറ്റി, തൃശ്ശൂരിനെ വകച്ചു മാറ്റി, കോഴിക്കോടിനെ പിറകിലാക്കി മലപ്പുറം കേരളത്തിലെ 1ാമത്തെ ജില്ലയാവാൻ പോവുക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില്. അതാർക്കും സഹിക്കൂല. തിരുവനന്തപുരത്തിരിക്കുന്ന ഉദ്യോഗസ്ഥ ബ്യൂറോക്രാറ്റുകള്, നായന്മാർ, നമ്പൂരിമാർ, ക്രിസ്ത്യാനികൾ സഹിക്കൂല. ഇവർക്കാർക്കും. ഇവരൊക്കെ കൂടി ചേർന്നതാണ് CPM. ഇവർക്കിത് സഹിക്കൂല. അതുകൊണ്ട് മലപ്പുറത്തെ മാപ്പിളക്കുട്ടി അങ്ങ് പഠിച്ച് മുന്നോട്ട് പോകാൻ ഇവർ അനുവദിക്കൂല. എന്നാണ് ഇവര് മുസ്ലിങ്ങളുടെ കൂടെ നിന്നത് പറയും നിങ്ങള്. എന്നിട്ട് ഹംസ അറിയണം നിങ്ങള്, ആരാണ് ഈ സഖാവ് ഹംസ? ഇത്രമേൽ വലിയൊരു കപടൻ, ഇത്രമേൽ വലിയൊരു മുഖംമൂടി ധരിച്ച് ഈ സമുദായത്തെ പറ്റിക്കുന്നവരാണ് കേരളം കണ്ടിട്ടില്ല. ഹംസ സ്ഥലത്തിന്റെ പേരിലാണ് ഇത് നഷ്ടപ്പെടുന്നത് എന്ന് അറിയാതിരിക്കാൻ ഹംസ ഒരു വാദം ഉന്നയിച്ച്. നിങ്ങൾ കേട്ടോ അറിയില്ല, മലപ്പുറത്ത് പത്രക്കാരെ വിളിച്ച് ഹംസ പറയാ സ്ഥലം കിട്ടിയാലും യൂണിവേഴ്സിറ്റിന്റെ ഓഫ് ക്യാമ്പസ് വരൂല. എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞു സ്ഥലം മാത്രം പോരാ, ഇന്ത്യയുടെ പാർലമെന്റ് കൂടിയിട്ട് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഭരണഘടന ഭേദഗതി ചെയ്യണം, എന്നാലേ വരൂ. ഇതെന്തിനാ പറഞ്ഞാൽ നിങ്ങള്? സ്ഥലം കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് ലീഗ് പറഞ്ഞാൽ അതിനെ തടയിടാനാ. എന്നാ ഹംസാക്ക് ആരാന്നറിയുന്നത്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ മലയാളികളായിട്ട് 3 കോർട്ട് അംഗങ്ങളാ. ഒന്ന് ഇ അഹമ്മദ്, ഒന്ന് TK ഹംസ, ഒന്ന് PK അബ്ദുൽ അസീസ്. 3 ആളാ മലയാളികൾ. ആരാ കോർട്ട് അംഗ? അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ കോർട്ട് അംഗമായ സഖാവ് ഹംസക്ക് ഈ ഭരണഘടന ഭേദഗതി എന്നോ നടന്നുപോയ വിവരം അറിയില്ല. ഇതെന്ന് നടന്നറിയോ? 1981 അന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഭരണഘടനയിലെ 12(2) വകുപ്പ് ഭേദഗതി ചെയ്തിട്ടാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ 25 മൈലുകൾക്കപ്പുറത്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അനുവദിക്കാൻ ആ യൂണിവേഴ്സിറ്റിയുടെ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിക്കുന്നത്. എന്നിട്ടോ ഇതിന്റെ ചീഫ് കസ്റ്റോഡിയൻ ഇന്ത്യൻ പ്രസിഡന്റാ. അവർ ഇന്ത്യൻ പ്രസിഡന്റിന് കത്തെഴുതി ഈ ഭരണഘടനാ ഭേദഗതി ഇന്ത്യയുടെ പ്രസിഡന്റ് അംഗീകരിച്ചു, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിച്ചു. ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തില് മൻമോഹൻ സിംഗ് ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് മാത്രമല്ല, ബംഗാളിലെ മുർഷിദാബാദ്, മഹാരാഷ്ട്രയിലെ പൂന, മധ്യപ്രദേശിലെ ഭോപ്പാൽ, ബീഹാറിലെ കത്തിഹാർ, 5 സംസ്ഥാനങ്ങളെ 5 മുസ്ലിം പ്രദേശങ്ങളിലേക്ക് ഈ ഓഫ് ക്യാമ്പസ് അനുവദിച്ചത്. ഈ ഓഫ് ക്യാമ്പസ് ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിങ്ങൾക്ക് മലപ്പുറത്ത് ഇത് നഷ്ടപ്പെടുമ്പോ ചോദിക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട്. അറിയോ, ബംഗാളിന്റെ മണ്ണിൽ മുർഷിദാബാദിലേക്ക് ഈ ഓഫ് ക്യാമ്പസ് അനുവദിച്ചിട്ട് എന്നൊരു അക്ഷരം ബുദ്ധദേവ ഗവൺമെന്റ് മിണ്ടിയിട്ടില്ല. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്ത് അലിഗഡ് യൂണിവേഴ്സിറ്റി? അവിടുത്തെ മുസ്ലിം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ റിക്ഷ വലിച്ച് കിതക്കിയ റിക്ഷ വലിച്ചിട്ട് ബംഗാളിലെ മുസ്ലിം റിക്ഷ വലിച്ച് കിതക്കുക. അവനും അലിഗഡ് യൂണിവേഴ്സിറ്റി, അവൻ അറിയില്ല ഈ യൂണിവേഴ്സിറ്റിയുടെ വലിപ്പൊന്നും. മാത്രമല്ല, ഇനി അറിഞ്ഞാൽ തന്നെ അത് ചോദിക്കാൻ അവൻ അവകാശബോധം അവനുണ്ടോ? ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് നിവർന്ന് നിൽക്കാൻ അതിനൊരു സംഘബോധം അവനുണ്ടോ? അതുമില്ല. അങ്ങനെ മലപ്പുറത്തേക്ക് സ്ഥിതി മാറിയിട്ട് ഇവിടെ ഒരു സംഘബോധമുണ്ട്, ഇവിടെ ഒരു അവകാശബോധമുണ്ട്, ഇവിടെ ചോദിക്കാൻ ഒരു കൊടിയുണ്ട്, ഇവിടെ പറയാൻ തന്റെ ഇടമുള്ള രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറത്ത് ഈ സമരപ്പന്തലെങ്കിലും ഒരുങ്ങിയത്. അതുകൊണ്ടാണ് ഈ വിഷയം മലപ്പുറത്ത് ചർച്ചയെങ്കിലും ആകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങളുടെ മക്കൾക്ക്, നമ്മുടെ അനന്തര തലമുറയിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ, നേരത്തെ സൂചിപ്പിച്ചു, സ്കൂൾ തലം മുതൽ ഉന്നത ബിരുദാനന്തര ബിരുദം വരെയുള്ള ഒരു വലിയ ക്യാമ്പസിനെയാണ് ഈ മലപ്പുറത്തിന് നഷ്ടമാകാൻ പോകുന്നത്. ബോധപൂർവമായിട്ട് ഈ ഇൻകലിന് കൈമാറിയ ഭൂമി, വ്യവസായ വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമി മന്ത്രിസഭാ യോഗം കൂടിയിട്ട് ഒരു ഒപ്പ് വെച്ച് കൊടുത്താൽ മതിയാകുമായിരുന്നു. അതാണ് നഷ്ടപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. ഈ ഗവൺമെന്റ് കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ട്
അതിനെതിരെയാണ് മുസ്ലിം ലീഗിന്റെ സമരം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ കലക്ടറേറ്റ് ഞങ്ങൾക്ക് അതുമായിട്ട് വൈകാരികമായിട്ടൊരു ബന്ധമുണ്ട്. ഞങ്ങളുടെ 3 ചെറുപ്പക്കാർ ആ കലക്ടറേറ്റിന്റെ പടിക്കലാണ് 1980 വിശുദ്ധ റമദാനിലെ ബദർ ദിനത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട 3 സഹോദരന്മാർ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ ചുട്ടുചോര ചിന്തി മരിച്ചുപോയ മലപ്പുറത്തെ കലക്ടറേറ്റിലാ ഞങ്ങൾ രണ്ടാമതും ഒരു സമരത്തിനൊരുങ്ങുന്നത്. എന്തിനായിരുന്നു അന്നത്തെ സമരം? മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ പിയുണ്ണാവാൻ വേണ്ട യോഗ്യത പോലെ മുസ്ലിങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ മുന്നിൽ ഡിഗ്രിക്കാരുണ്ട്, എന്റെ മുന്നിൽ PGക്കാരുണ്ട്, എന്റെ മുന്നിൽ മുസ്ലിങ്ങളായിട്ട് എഞ്ചിനീയർമാരുണ്ട്. പക്ഷേ അങ്ങനെ ഒന്ന് സ്വപ്നം കാണാൻ പോലും സാധ്യമല്ലാത്ത ഒരു കാലം മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്നാണ് മഹാനായ CH ഉള്ള അറിവ് വെച്ച്, ഉള്ള യോഗ്യത വെച്ച് മുസ്ലിങ്ങളെ അറബി അധ്യാപകന്മാരായിട്ട് നിയമിച്ചത്. അതിനെ പോലും സഖാക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അറബി പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനെതിരെ നായനാരുടെ ഗവൺമെന്റ് ഒരു ബില്ല്, ഒരു നിയമം കൊണ്ടുവരുന്നത്. ആ നിയമത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളുടെ 3 ചെറുപ്പക്കാർ മരിച്ചു വീണത്. ഇന്നും ഇന്നലെയും സർക്കാർ അധ്യാപകന്മാർ ശമ്പളം വാങ്ങി വീട്ടിലേക്ക് പോയി. അറബി അധ്യാപകന്മാർ 3-ാം തീയതി സർക്കാരിന്റെ ശമ്പളം വാങ്ങി പോകുമ്പോ അവരൊക്കെ അറിയേണ്ടതുണ്ട് ഞങ്ങളുടെ 3 ചെറുപ്പക്കാരുടെ ചോരയുടെ മണം ആ ശമ്പളത്തിനുണ്ട് എന്ന്. അങ്ങനെയാ മുസ്ലിം ലീഗ് ആ തസ്തിക നിലനിർത്തിയത്. 10,000-കണക്കിന് അറബി അധ്യാപകന്മാർ. എന്തിനായിരുന്നു അത്? ആ അറബി അധ്യാപകന്മാരുടെ മക്കളാണ് പിന്നെ കേരളത്തിൽ പള്ളിക്കൂടങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മുടെ പള്ളിക്കൂടങ്ങളിലേക്ക് മുസ്ലിങ്ങൾ വിദ്യാർത്ഥികളായി പഠനം തേടിയെത്തുന്നത്. അങ്ങനെയാണ് ഈ സമുദായം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറിയത് എന്ന ചരിത്ര വസ്തുത നമ്മൾ മറന്നുകൂടാ. അന്ന് CH നോക്കി കുടനുണ്ടാക്കുന്നവരെയും ചെരുപ്പ് കുത്തിയെയും അധ്യാപകനാക്കി എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. ആ കളിയാക്കൽ പോലും സ്വീകരിച്ചാണ് CH തന്റെ ഇടത്തോടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് നിയമിച്ചത്. അങ്ങനെയാണ് കൂട്ടരെ ഈ സമുദായം ഇത് വെറുതെ സുപ്രഭാതത്തിൽ അങ്ങോട്ട് നന്നായതൊന്നല്ല. ഇതിന്റെ പിന്നില് മുസ്ലിം ലീഗിന് ത്യാഗപൂർണമായ ഒരുപാട് അധ്വാനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2ാമത്തെ സമരവും ഭാഷാ സമരത്തെ അനുസ്മരിപ്പിക്കുന്ന 2ാമത്തെ സമര. എന്റെ ശബ്ദം ശ്രമിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കാരണവന്മാർ വെയിൽ കൊള്ളുക. ഈ സമരപന്തലിൽ വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾ ഉണ്ടാവണം. ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ രാവിലെ മുതൽ ഈ കൊടും ചൂടിന് ഇതിന് ബഹുജന പിന്തുണയാർജിക്കാൻ വേണ്ടിയിട്ടുള്ള സമരവുമായിട്ടാ. നിങ്ങൾ അറിഞ്ഞോ, സകലമായ സർക്കാരിന്റെ ഭൂമിയും മുതലാളിമാർക്ക് വിറ്റ് കാശുണ്ടാക്കുന്ന ഏർപ്പാടില സഖാവ് കോടിയേരി ബാലകൃഷ്ണനും സഖാവ് എളമരം കരീമും സഖാവ് പിണറായി വിജയനും ഒക്കെ ഈ കാട്ടുകള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്ന ഏർപ്പാടില ഈ KT ജലീലിനെ പോലെയുള്ള ആളുകൾ. ഞങ്ങൾ ഓർക്കുക, ജലീലൊക്കെ ലീഗിനെതിരെ പറയാൻ 1000 നാവ. ഈ സമുദായത്തിന് മലപ്പുറത്തിന്റെ മണ്ണിൽ ജലീലിന്റെ മൂക്കിന് താഴെ ഇങ്ങനെ ഒരു സ്വപ്ന പദ്ധതി തകരുമ്പോ കാമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ആർക്കൊരു പരാതി ഇല്ല, ആർക്കൊരു പ്രശ്നമില്ല, ആർക്കൊരു പരിഭവമില്ല. എപ്പോഴും മുസ്ലിം ലീഗിനെ കല്ലെടുത്തറിയാൻ വലിയ ആവേശ. പ്രിയപ്പെട്ടവരെ ഈ കള്ളന്മാരെ എന്താപ്പോ ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സഖാവ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയം ഷാജി കുറെ സൂചിപ്പിച്ചു. സഖാക്കൾക്ക് വലിയ ബേജാറ്, പിണറായി കുടുങ്ങിയതിനേക്കാൾ വലിയ ബേജാറ് എന്താ കാർത്തികേയനെ കൊടുക്കാത്തതെന്നാ. എങ്ങനെ പിണറായി മാത്രം കൂടി എന്തെല്ലാം ന്യായങ്ങളാ രാഷ്ട്രീയമായി നേരിടും? ആരെയാ നിങ്ങൾ നേരിടുന്നത്? ഒരു ദിവസം പത്രത്തിൽ നോക്കിയപ്പോ 3 ആളുകൾ, ഒന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, ഒന്ന് സഖാവ് G സുധാകരൻ, ഒന്ന് സഖാവ് EP ജയരാജൻ. കണ്ടാൽ തന്നെ 3 ഗുണ്ടകളുടെ ലുക്ക. 3 ആളുണ്ട് ട്രൗസറും പനിയിലിട്ട് അങ്ങാടിയിൽ കുസ്തി പിടിക്കുക. ആരപ്പോ നിങ്ങൾ നേരിടുന്നത്? സഖാക്കളെ മുസ്ലിം ലീഗ് പറഞ്ഞു അത് CBIക്ക് കൊടുക്കാൻ ഇല്ലല്ലോ. കോൺഗ്രസ് ആവശ്യപ്പെട്ടോ ഇത് CBIക്ക് കൊടുക്കാൻ ഇല്ലല്ലോ. ആരാണ് ഇത് CBIക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്? 27/10/2005 അന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിലാണ് സഖാവ് അച്യുതാനന്ദന്റെ പ്രസംഗം. ഒന്ന് TV പോയി നോക്ക്. എന്റെ അച്യുതാനന്ദൻ ചെയ്തത്? അച്യുതാനന്ദൻ പറഞ്ഞു ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം. പോരാ, ഉമ്മൻചാണ്ടി ഇത് CBIക്ക് കൊടുക്ക്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടല്ലേ, ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുക. അച്യുതാനന്ദന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട പ്രതിപക്ഷ ബഹുമാനമുള്ള ഒരു ജനാധിപത്യ കക്ഷി നിലക്ക് UDF ഇത് CBIക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ കൊടുത്തിട്ട് CBI എടുത്തിട്ടില്ല. ഞങ്ങൾ കൊടുത്തു, CBI പറഞ്ഞു ഞങ്ങൾ ഏൽക്കുന്നില്ല, എന്നിട്ട് തിരിച്ചയച്ചു. പിന്നെ എങ്ങനെ അത് CBIയിൽ എത്തിയത്? പൊതു താല്പര്യ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നന്ദകുമാർ ഈ ഹർജി പരിഗണിക്കുന്നു. ജസ്റ്റിസ് VK ബാലി, ജസ്റ്റിസ് JB കോശി, 2 ഹൈക്കോടതി ജഡ്ജിമാർ. എന്നിട്ട് അവരാണ് പറയുന്നത് ഇത് വളരെ സുപ്രധാനമായ ഒരു കേസാ. ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം. ഇത് വെറുതെ CBIക്കാർ അന്വേഷിച്ചല്ല. ആരുടെ മേൽനോട്ടം? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടം. ഹൈക്കോടതി CBIയുടെ പിന്നാലെ ഒരു കണ്ണിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അതിൽ എങ്ങനെ സഖാക്കളെ രാഷ്ട്രീയക്കാരുണ്ടാകുക? മാത്രമല്ല ഞാനൊന്ന് ചോദിച്ചു
ചോദിക്കട്ടെ, സഖാവ് പിണറായിക്കും കൂട്ടർക്കും ബുദ്ധി ഇല്ലെങ്കിലും മൻമോഹൻ സിംഗിന് ബുദ്ധി ഇല്ലാണ്ടാവോ? മൻമോഹൻ സിംഗ് ആരാന്നറിയ നിങ്ങൾ? അമേരിക്കൻ സെനറ്റിൽ അമേരിക്കയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിൽ ഇപ്പോഴും ആ കമ്മിറ്റിയിൽ അംഗാണ് ഡോക്ടർ തോമസ് ഐസക്. റിസർവ് ബാങ്കിൽ ജീവനക്കാരനായിരുന്നു, വലിയ ബുദ്ധിജീവിയാ ഇദ്ദേഹം. ഈ സമയത്ത് CPM-നെ പിണക്കുന്ന ആരും വിചാരിക്കോ? ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാല് ഇതുപോലൊരു ഹാങ്ങിങ് പാർലമെന്റ് ആണെങ്കിൽ CPM-ന്റെ സഹായം കോൺഗ്രസിന് വേണ്ടി വരുന്നത് കോൺഗ്രസുകാർക്ക് നന്നായിട്ട് അറിയാം. ആ കോൺഗ്രസ് CPM-നെ പിണക്കുന്ന ആരെങ്കിലും വിശ്വസിക്കോ സഖാക്കളെ? അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം നടത്തിയപ്പോ ഇയാൾ ഇങ്ങനെ പ്രതി ആവാതിരിക്കുക. എന്നാ ഇതിന്റെ ആദ്യത്തെ കരാർ 96 ഫെബ്രുവരി 24. ആ കരാറാണ് സഖാക്കളെ കാർത്തികേയൻ ഒപ്പുവെച്ചത്. അതെന്താ കരാറ്? നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണ്ടേ? അത് കൺസൾട്ടൻസി കരാറാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് തിരിയില്ലെങ്കിൽ അതിന്റെ ഏറ്റവും ലളിതമായ മലയാളം ഞാൻ പറയാം. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ബ്രോക്കർ എന്നതിന്റെ മലയാളം. ബ്രോക്കർ. എന്തിനാ ബ്രോക്കർ ഏർപ്പാടാക്കുക? എന്റെ മോക്ക് നല്ലൊരു പുതിയാപ്പളിനെ കണ്ടുപിടിച്ച് തരാൻ നമ്മളൊരു അദ്രൈമാങ്കനെ ഏർപ്പാടാക്കും. അദ്രൈമാങ്കൻ നമ്മൾ ബ്രോക്കറിനെ വിളിക്കാം. നമുക്ക് പറ്റിയ ഒരു നല്ല പുതിയാപ്പളിനെ കണ്ടെത്തണം. ഈ ഏർപ്പാടാ കാർത്തികേയൻ ചെയ്തത്. എന്താണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയ ഈ 3 ജനറേറ്റർ നന്നാക്കാൻ നല്ലൊരു കമ്പനിനെ ഏർപ്പാടാക്കുക. അത് നന്നാക്കാൻ വേണ്ട നല്ല വിദഗ്ധ ഉപദേശം നൽകുക. ഇതിനു വേണ്ടിയിട്ടാണ് SNC ലാവലിനെ കൺസൾട്ടൻസി ആയിട്ട് വെച്ചത്. 17.89 കോടി. വളരെ ചുരുങ്ങിയ കരാറാണ്. 17.89 കോടിക്ക് നമ്മൾ അങ്ങോട്ട് മാറി. നമ്മൾ മാറിയപ്പോഴാണ് പിണറായി വരുന്നത്. ആരാ ഇതിലെ 12ാം പ്രതി അറിയാം നിങ്ങൾക്ക്? ഫ്രാൻസിസ്. ആരാ ഇയാൾ അറിയുന്നത്? പിണറായിക്ക് ക്യാബിനറ്റ് നോട്ട് എഴുതി കൊടുക്കുന്ന ആളെ. കാട്ടുകള്ളനാ ഫ്രാൻസിസ്. ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനാ. ഇയാളാണ് പിണറായിന്റെ ഉപദേശകൻ. ഇയാൾ പിണറായിനോട് പറഞ്ഞു, ഈ കമ്പനി ഇട്ട് കരാറുണ്ടാക്കിയാൽ നല്ലോ സാപ്പിടാം. ഇത് കേൾക്കേണ്ട താമസം പിണറായി എന്ത് ചെയ്തു? ഇയാളെ കൂട്ടിപ്പിടിച്ച് ഈ SNC-യുമായിട്ട് കരാറിനെ കുറിച്ച് പുനരാലോചിക്കാം. ഞങ്ങൾ 97 ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, ഞങ്ങൾ വെച്ച കരാറ് നിങ്ങൾ പരിശോധിച്ചിട്ടത് മോശമാണെങ്കിൽ ഒഴിവാക്കല്ലേ വേണ്ടത്? അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മാൻഡേറ്റ് തരുന്നത് ഞങ്ങൾ നടപ്പിലാക്കിയതൊക്കെ നടപ്പിലാക്കാൻ.